ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഈവനിങ്ങും അതുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് കാത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ പ്രിപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരാം. തുടക്കത്തിൽ തന്നെ അത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. മഴക്കാലത്തിരുന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. ഇത് നമ്മുടെ മഴ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച എന്നല്ല, ഒരു 10 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണേ. അതായത് തലേദിവസം വൈകുന്നേരം നാളികേരം ഒക്കെ പെറുക്കി കൂട്ടിയത് വീടിന് മുറ്റത്തേക്ക് ഇങ്ങോട്ട് എത്തിയെങ്കിലും നാളികേരം പൊളിക്കാനായിട്ട് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൈഡ് വെച്ച് പൊളിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും നടന്നില്ല. കാരണം നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ചേട്ടന്മാർ രാവിലെ 6:30 ആയപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു 10-700 തേങ്ങയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേട്ടന്മാർ രാവിലെ തന്നെ അത് പൊട്ടിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പം വെള്ളം എന്താ കളയണേന്ന് വിചാരിച്ചാൽ നമ്മൾ നല്ല നാളികേരങ്ങളെല്ലാം ആദ്യം തന്നെ മാറ്റി വെച്ചു. അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ മാറ്റി എടുത്തു വെച്ചു കേട്ടോ. കാരണം ഇടയ്ക്ക് കേടുള്ളതും ഒക്കെ ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാമായിരുന്നല്ലോ. അപ്പോൾ അവരതനുസരിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള നാളികേരങ്ങളൊക്കെ ഉടച്ചത്. ഇപ്പോൾ ഇനി നമ്മൾ മടി പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേഗം കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മഴ എത്തുന്നതിന് മുമ്പ് ഇതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും ഒന്നും പോയില്ലെങ്കിൽ ഒക്കെ വെള്ളത്തിലായി പോവും. അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ നമ്മൾ നാളികേരം മുകളിൽ ഉണങ്ങാനായിട്ട് ഇടുവാണേ. അപ്പോൾ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളും കൂടെ കൂടിയിട്ടാണ് ടെറസിലേക്ക് നമ്മുടെ നാളികേരം എത്തിച്ച് തരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ സ്കൂള് തുറന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെത്തും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് മക്കൾ വീട്ടിലും ഉണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മളിത് ചെയ്തിരിക്കണേ. അപ്പോൾ ടെറസിൽ എല്ലാ നാളികേരങ്ങളും ഇതുപോലെ തന്നെ നിവർത്തി വെച്ചു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ 700 നാളികേരമൊക്കെ ഉണക്കിയെടുക്കുന്നത്. ആദ്യമായിട്ടാണ്. നമ്മളൊരു 350-400 വരെ മാക്സിമം പോയിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും ബൾക്കായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇപ്രാവശ്യം നമ്മൾ മുഴുവൻ അങ്ങോട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങുന്ന പതിവില്ല. കാരണം ഇങ്ങനെ ആട്ടിച്ച് വെക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15-16 കിലോയോളം നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള ഉണങ്ങൽ പ്രിപ്പറേഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല നിങ്ങളെ. കാരണം ഇനി വെളിച്ചെണ്ണയൊക്കെ ക്യാനുകളിലേക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ മമ്മി പറയുന്ന ഒരു ഐഡിയ ആണേ. അതായത് വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നല്ല വെയിലത്തൊരു 3 ദിവസം വെച്ചിരിക്കും. ആ 3 ദിവസം നല്ല വെയിലത്ത് വെച്ചിരുന്നിട്ട് പിന്നീട് അത് കുരുമുളകിട്ട് നമ്മൾ സൂക്ഷിക്കുക ചെയ്യുക. ഒരു കേടും വരില്ല. അവസാനത്തെ തുള്ളി വരെ നമുക്ക് ഒരു കാറൽ മണം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ സെറ്റാണേ. ഇനി ഒരു പഴച്ചക്ക ഉണ്ടായിരുന്നത്, നിങ്ങളതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു പഴച്ചക്ക ഉണ്ടായിരുന്നത് നന്നായിട്ട് പഴുത്തു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ ക്ലിയർ ചെയ്തെടുത്ത് ചക്കയൊക്കെ എടുത്തിട്ട് ഫുള്ള് നമുക്ക് തിന്ന് കഴിയുമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് മിക്സിയിലടിച്ചിട്ട്, അതായത് കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത്. കുക്കറിൽ നല്ല വിസിലടിച്ചു. എന്നിട്ട് മിക്സിയിൽ അടിച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടൈം കിട്ടുമ്പോൾ വേണം ചെയ്യാനായിട്ട്. കാരണം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഈവനിങ് ആണേ. നാളെ എനിക്ക് ശരിക്കും ക്ലാസ് ഇല്ല. ഇച്ചുവിന് പക്ഷേ ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ നല്ല ഒരു വെയിലുണ്ട്. മഴക്കാലത്തിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നൊരു വെയിൽ. അപ്പോൾ വേഗം ഒന്ന് മുറ്റടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു. ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ താമരക്കുളത്തിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ അതെവിടെയാണ് കുളം വെച്ചിരിക്കണേ, എന്തിലാണ് നട്ടിരിക്കണേ എന്നൊക്കെ കുറേ എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ വലിയ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കാണിക്കുവാണേ. മഴ പെയ്ത കാരണം എന്തേ താമരയുടെ തണ്ടൊക്കെ ഇങ്ങനെ ചെറിയ കുത്ത് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിറച്ച് മുട്ടുമുണ്ട്.
അപ്പോൾ ഇനി മഴക്കാലത്ത് പൂത്ത് കഴിഞ്ഞാൽ അതൊക്കെ കൊഴിഞ്ഞു പോവുള്ളൂ. എന്നാലും നിറയെ മുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കണേ. പിന്നെ ഇത് പീസ് ലില്ലിയാണ്, നമ്മൾ ഫ്രണ്ടിൽ നട്ട പീസ് ലില്ലി പൂവൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു ഡൗട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പീസ് ലില്ലി ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിനകത്ത് ഒരു തരം ഈച്ച വന്ന് നിറഞ്ഞിരിക്കേണ്ട ഒരു തേനീച്ച പോലെ. അപ്പോൾ അതങ്ങനെ തന്നെയാണോ? അതിപ്പം വേറെ എന്തെങ്കിലും അതിന് തളിച്ചു കൊടുക്കേണ്ടതുണ്ടോ? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം പൂവ് വരുമ്പോൾ നിറച്ചിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന കാണാം. വേറെ ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല. അത് കഴിഞ്ഞത് പറന്നു പോവുകയും ചെയ്യും. പക്ഷേ ആ പൂവ് ഇങ്ങനെ കാണുമ്പോഴാണല്ലോ ഒരു ഭംഗി എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം മഴയൊന്നും ഇല്ലാത്ത കാരണം മക്കൾ വേഗം സൈക്കിളിന് എയർ അടിച്ചിട്ട് അവരവരുടെ പരിപാടിക്ക് ഇറങ്ങുകയാണേ. സൈക്കിൾ ചവിട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും കുളിച്ചു. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണേ. അപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, അത് ഒന്ന് വരട്ടുക. അതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ലക്ഷ്യം. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോഴും കഴിഞ്ഞ വർഷം വരട്ടിയ ചക്ക കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വല്ല അടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വേഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത സെറ്റ് ദേ ഇവിടെ റെഡിയാക്കി വെക്കാൻ പോവാണല്ലോ. ഇനിയൊരു അടുത്ത കൊല്ലത്തെ ചക്കയുടെ സീസണൊക്കെ എത്തുന്നവരെ നമ്മുടെ കയ്യിൽ ചക്ക വരട്ടിയത് സെറ്റായിട്ടിരിക്കും കേട്ടോ. പഴച്ചക്ക പിന്നെ വരട്ടുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ടൈറ്റായിട്ട് കിട്ടില്ല. എന്നാലും കുറച്ചുകൂടെ എന്താ പറയുക, നമുക്കിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നല്ലതല്ലേ. ഇന്ന് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ നാടൻ മുട്ട വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ എനിക്ക് ഈ നാടൻ മുട്ട തരുന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കളൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. പരമാവധി നമ്മൾ നാടൻ മുട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങാൻ നോക്കും. ഇനിയിപ്പോൾ കിട്ടിയില്ല എന്ന് വെച്ചാൽ അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, കിട്ടുന്ന തന്നെ വാങ്ങുക. അപ്പം ഞാൻ ചക്ക വരട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിരിക്കണേ, ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ അത് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതും ഇതും പാരലായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പണി ഈസി ആവുമെന്ന് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഇന്നതുപോലെ തന്നെ വരുന്ന സമയത്ത് നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട്. നാടൻ പയറെന്ന് പറയുന്ന സമയത്ത് ഇത് വാങ്ങുന്നൊരു ഷോപ്പ് അവിടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ മാത്രം കളക്ട് ചെയ്തിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. അത് ഡയറക്റ്റ് കൃഷിഭവൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് കിട്ടുന്നതെല്ലാം ഇങ്ങനെ തനി നാടനായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പയറൊക്കെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേകമാണ്. അപ്പോൾ ഇന്ന് ഞാനവിടെ കയറിയത് പഴം വാങ്ങാനായിരുന്നു. നമ്മൾ പറയില്ലേ ചെങ്ങാലിക്കോടൻ എന്നൊക്കെ പറയുന്ന പോലത്തെ നേന്ത്രപ്പഴം വാങ്ങാനാണ് ഞാൻ പോയത്. അപ്പോഴാണ് കണ്ടത് അവിടെ നല്ല നാടൻ പയറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നല്ല പച്ചമുളകും കണ്ടു. അപ്പോൾ ഞാനതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മക്കൾ പറഞ്ഞൊരു കാര്യമാണ്, അവർക്കിന്ന് കാടമുട്ട കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ മുട്ട വലിയ തീരെ താല്പര്യമില്ല ആളല്ല. പോലെ പൊരിച്ചും അപ്പമൊക്കെ ഉണ്ടാക്കി ബുൾസൈ ഉണ്ടാക്കിയാലൊക്കെയാണ്. ബുൾസൈ കഴിക്കൽ കുറവാണ്, എന്നാൽ ഓംലേറ്റ് അങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടെ പോവുക. ഇപ്പം മുട്ട പുഴുങ്ങി കൊടുത്താലൊന്നും വലിയ പിടുത്തമുള്ള അല്ല. പക്ഷേ ഇന്ന് കുഞ്ഞുമുട്ട കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൊണ്ടാണോന്ന് അറിയില്ല, അമ്മ അത് പുഴുങ്ങിയിട്ട് പെപ്പറും ഉപ്പിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വേഗം ഞാനത് സൈഡിൽ നമ്മുടെ ഐബലിലെ എഗ് സ്റ്റീമർ ഉണ്ടല്ലോ അതിലൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സൈഡിൽ ഇങ്ങനെ റെഡിയായി വരട്ടെ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ചക്കയൊക്കെ വരട്ടുന്ന സമയത്ത് പണ്ട് എൻ്റെ വിചാരം ഫുൾ ടൈം ഇങ്ങനെ അടുപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് നിന്ന് ചെയ്യണം എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുന്ന കാരണം ഏതാണ്ട് ഒരു ടൈമിങ് നമുക്ക് കിട്ടും. പണ്ട് ആദ്യമായിട്ട് കുക്കിങ്ങൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെയാണ്. അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിയില്ല. ഇട്ട സാധനം ഒന്ന് ശരിയാവുന്നവർ അവിടെ തന്നെ നിൽക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മമാരൊക്കെ അത് വെച്ച് അങ്ങോട്ട് പോയി, ഇത് വെച്ച് ഇങ്ങോട്ട് പോയി. ഇപ്പോൾ അതും ഞാനും ഏതാണ്ട് ശീലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ അരിയും ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടെ ഒരുമിച്ച് കഴുകി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഒന്ന് അരച്ചെടുത്ത് വെക്കട്ടെ. നാളെ നമുക്ക് സാമ്പാറും ദോശയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഞാൻ ശർക്കര ഇതുപോലെ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ പെട്ടെന്ന് കുക്കായിട്ട് ഉണ്ടാക്കണമെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് സമയം നമുക്ക് പോവില്ല. അപ്പം ഞാൻ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വരട്ടിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ കയ്യിലൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഞങ്ങൾ ക്ലോസപ്പ് എന്തോരം തേക്കാം എന്നൊക്കെ വിചാരിച്ച് പുറത്തൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ.
അതിനിടയ്ക്ക് നാളെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചുവിന് ജോലിയുണ്ട് രാവിലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പയറൊക്കെ ഒന്നൊടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നി ഈ നാടൻ പയറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ നാളെ തന്നെ അത് മെഴുക്കുവരട്ടി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു പണി ചെയ്യുന്ന സമയത്ത് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും ആ കൂട്ടത്തിൽ കൂടി ഒന്ന് പ്ലാൻ ചെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പണി വളരെ എളുപ്പമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അപ്പം നാളത്തേക്ക് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാളെ എന്താണ് രാവിലെ ഉണ്ടാക്കണ്ടേ, നാളെ എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടേ. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് മീൽ പ്രിപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തു വെച്ചതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. വെള്ളിയാഴ്ചയോടുകൂടി നമ്മളെല്ലാം അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്ന സമയമല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ചക്ക ഒരുവിധം വെള്ളമൊക്കെ വറ്റി ബബിൾസൊക്കെ തെറിക്കലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വലിയൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഞാൻ ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് ഒരുപാട് നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ശർക്കരയും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചക്ക കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചക്ക കിണ്ണത്തപ്പം ഉണ്ടാക്കും. അതുപോലെ തന്നെ കുമ്പിളപ്പം ഇല്ലേ, നമ്മുടെ ഈ വഴനയില ഇടനയില എന്നൊക്കെ പറയുന്നത്, അത് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ആ ഇല വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കും. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുക. ചിലപ്പോൾ തന്നെ കോരി തിന്നുക, അതൊക്കെ ഉണ്ട് കൂട്ടത്തിൽ കൂടെ. അപ്പോൾ നമ്മുടെ ചക്ക വറ്റലൊക്കെ അവസാന സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നടിച്ചു വാരി വൃത്തിയാക്കിയിട്ട പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചുവിന് ഇന്നൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്ന കാരണം ഇച്ചു ലേറ്റായിട്ടാണ് എത്തിയിരിക്കണേ. ഇന്ന് ഞാനും മക്കളും കൂടെ കൂടിയിട്ടാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കുറേ വെറൈറ്റി ഷോട്ടുകളൊന്നും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. എന്നാലും വീഡിയോ എന്തായാലും നമുക്ക് നാളെ പോകേണ്ടത് കൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മുടെ പണികളുടെ കൂട്ടത്തിൽ കൂടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും എന്താ പറയുക വൃത്തികേടാക്കാതെയൊക്കെ റെഡിയാക്കി ഒതുക്കി വെച്ചാൽ നമുക്ക് തന്നെയാണ് സന്തോഷം. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു ക്ലീനായ കിച്ചണിലേക്ക് കയറാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്രയും ഹാപ്പി മൂഡ് ഒരു വീട്ടമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു കിച്ചൺ നമ്മുടെ അന്നത്തെ ദിവസത്തെ മൂഡ് കളയും. നല്ല എരിവുള്ള പച്ചമുളക് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതും അങ്ങനെ നമ്മുടെ ആ സ്റ്റോറേജ് ബോക്സിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഉള്ളി, സവോള, വെളുത്തുള്ളിയൊക്കെ ഇടുന്ന സ്റ്റോറേജ് ബോക്സിലേക്ക് നമ്മുടെ എരിവുള്ള പച്ചമുളകും നമ്മളങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ ഇനി വേറെ ഒന്നും ഒതുക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുക. ആവശ്യത്തിന് ഇപ്പം അടുത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിങ്ങനെ താഴെ സ്റ്റോർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കേടുമില്ലാതെ ഭംഗിയായിട്ട് അതേ ടേസ്റ്റോടു കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി എല്ലാവരും വന്ന് സെറ്റായിട്ട് ഇവിടെ എന്താ പറയുക ടി വി കാണാനുള്ള ഇരിപ്പാണ്. ടി വി കാണുമ്പോൾ ഇന്നൊരു പുതിയ സിനിമ കാണാനുള്ള സമയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ടി വിയിലുള്ള ഏറ്റവും നല്ലൊരു സിനിമ ഇരുന്ന് കാണുകയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു സിനിമയും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികൾക്ക് കൂടുതലും പഴയ സിനിമകൾ പരിചയമുള്ളത് ഇങ്ങനെ നമ്മളിരുന്ന് കാണുന്ന സമയമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു മുക്കാൽ മണിക്കൂർ നേരെ ഇരുന്ന് ടി വിയൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഉറങ്ങാൻ പോയത്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നലെ ടി വി കണ്ടിട്ട് പോയ ആൾക്കാരൊക്കെ കണ്ടോ, കുഷ്യനൊക്കെ 3, 4 ഒരുമിച്ചൊക്കെ വെച്ച് കിടന്നിട്ട് രാവിലെ അതിൻ്റെ ഒരു ക്വിക്ക് ക്ലീനിങ് ആണ്. എല്ലാം ഒന്ന് വെറുതെ ഒന്ന് പെട്ടെന്നൊന്ന് ഒതുക്കി വെച്ച് രൂപത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പകുതി ആരെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ തന്നെ ആ ഒരു ക്വിക്ക് ക്ലീനിൽ വീട് ക്ലീനാണ്. നമ്മൾ സത്യത്തിൽ അടിച്ചു വാരിയിട്ടോ തുടച്ചിട്ടോ ഒന്നുമില്ല, പക്ഷേ അതാത് സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് ക്ലീനായി കഴിയും. അങ്ങനെ പെട്ടെന്നൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ആദ്യം നോക്കിയത് നമ്മുടെ താമരക്കുളത്തിലേക്കാണ്. എത്രയോ മുട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തേക്കാൾ കൂടുതൽ മുട്ട് ഇന്ന് കാണാനുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മഴ നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ വിരിഞ്ഞ പൂക്കളെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. എന്നാലും മഴ ഭൂമിയുടെ ആവശ്യമാണല്ലോ, അതതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കട്ടെ അല്ലേ. പൊതുവേ മഴ ദിവസം നല്ല മടിയാണ്. ജോലിയുള്ള ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് രാവിലെ പോകേണ്ട കാര്യങ്ങൾ ആലോചിച്ചൊക്കെ നല്ല മടി വരാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ പറയുക കുട്ടികൾക്ക് എന്തൊരു മടിയാ സ്കൂളിൽ പോകാൻ എന്നൊക്കെ അല്ലേ. പൊതുവേ ഏത് പ്രായത്തിലും മഴ എല്ലാവർക്കും അങ്ങനെയാണ്. പൊതുവേ ഒരു മടി പിടിച്ച അന്തരീക്ഷം. കാരണം അത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒക്കെ ഇഷ്ടമല്ലേ. അങ്ങനെ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടാത്ത കാരണം ഞാനിങ്ങനെ മഴ കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു.
ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. പ്ലീസ് താങ്ക് യു.